എന്തിനാ പ്രിയ വന്നത്? ഒന്നുമില്ല, നീ കിടന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇങ്ങനെ കുത്തി കുത്തി ഓരോന്ന് ചോദിക്കുന്നുണ്ട്. കട്ടിലിൽ നിന്ന് നീറ്റ് അങ്ങ് താഴെ കിടന്നു, ഭയങ്കര ചൂടാണെന്ന് പറഞ്ഞു. അവിടെ കിടന്ന് ഉറങ്ങിയിട്ട് ഞാൻ ഉറക്കം പിടിച്ചപ്പം വീണ്ടും മുകളിൽ വന്ന് കിടന്ന്. എന്നിട്ട് പിറ്റേന്ന് രാവിലെ ഞാൻ ചായയും കൊണ്ട് ചെന്നപ്പം ചായ വാങ്ങിച്ചിട്ട് എന്നെ നോക്കി അങ്ങ് നിൽക്കുന്നു. ഞാൻ ചോദിച്ചാൽ എന്താ എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഹാളിൽ ചായയും കൊണ്ട് വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് അങ്ങ് കരയുന്നു. മോനും ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പം ഞാൻ ചോദിച്ചാൽ എന്താ കാര്യം, എന്തുവാ? ഒന്നുമില്ല. ഞാൻ പറഞ്ഞു അല്ല, എന്തോ കാര്യമുണ്ട് ഇങ്ങനെ കരയണമെങ്കിൽ. അതേ, ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ പ്രിയ വന്നെന്ന്, അവൾ എൻ്റെ അടുത്ത് പറഞ്ഞ് അവിടെ ഇളയ മോള് എൻ്റെ ആണെന്ന്. ഞാൻ ചോദിച്ചാൽ എന്തോ അണ്ണൻ ഈ പറയുന്നത്? അത് അവൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, അതെനിക്ക് ഭയങ്കര വിഷമമായി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തുവാ, ഇളയ മോള് അണ്ണൻ്റെ ആണെന്നോ? അന്നേരം പറഞ്ഞു ആ. ഞാൻ പിന്നെ ഒരക്ഷരം ഞാൻ മിണ്ടിയില്ല. ഞാൻ അതോടുകൂടി അവിടെ അങ്ങ് നിന്ന്. എന്നിട്ട് ഞാൻ പിന്നെ കുറേ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല. എന്നിട്ട് അണ്ണൻ എന്നോട് ഇങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നു, നീ ഒന്നും അരുതാത്തതൊന്നും ചെയ്യരുതേ, നീ എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ നീ പിന്നെ ഇങ്ങനെ സ്നേഹിച്ച് കെട്ടിയോണ്ട് ഞാൻ പറഞ്ഞായിരുന്നു കാട്ടിലമ്മയുടെ നടയെ കടലും കായലും അടുത്ത് കിടക്കുക, ഞാൻ പോയി ചാവും, ഇനി എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചാണെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു. ഞാൻ അണ്ണനെ വിശ്വസിച്ച് അണ്ണനൊപ്പം ജീവിക്കാൻ വന്നവളാ, അണ്ണനായിട്ട് എന്നെ ഒരു കുഴി കൊണ്ടുപോയി ചാടിക്കല്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നീ അതുകൊണ്ട് ഒന്നും ചെയ്യരുത്, ഇതാന്ന് പറഞ്ഞ് എന്നെ ഒത്തിരി. എന്നിട്ട് ഞാൻ പറഞ്ഞേ അണ്ണന് തോന്നുന്നുണ്ടോ അത് അണ്ണൻ്റെ കുഞ്ഞാണെന്ന്? അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞു കല്യാണത്തിന് മുമ്പ് ഞാൻ പ്രിയയായിട്ട് അടുപ്പം ഉണ്ടായിരുന്നെന്ന്. എന്നിട്ട് ഞാൻ ചോദിച്ചു എന്തിനാ എൻ്റെ ജീവിതം നശിപ്പിച്ച? അവളുമായിട്ട് അടുപ്പം ഉണ്ടായിരുന്നെന്ന്. അവളെ ഞാൻ എൻ്റെ ചേട്ടത്തിയെ പോലാ കൊണ്ട് നടന്നത്. അവള് എന്നോട് ചെയ്ത ഏറ്റവും വലിയ വഞ്ചനയല്ലേ ഇതെന്ന് ചോദിച്ചു. ഒരു മിനിറ്റ് കുട്ടി, നമുക്ക് എന്തായാലും കുറേ നേരം കൊണ്ട് നമ്മൾ പ്രിയയെ കുറിച്ച് പറയുന്നു. ഇത് തന്നെ ആണോ എന്നുള്ളതൊന്ന് കൺഫേം ചെയ്യണേ. ഇതാണോ? ആണ്. അപ്പൊ അങ്ങനെ എന്തായാലും അദ്ദേഹം അത് സമ്മതിച്ചു, എന്നോട് തുറന്നു പറഞ്ഞു. കാരണം കല്യാണത്തിന് മുമ്പും ശേഷവും ഞങ്ങളുടെ ജീവിതത്തിൽ എന്തുണ്ടായാലും ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറയുന്ന ഒരു പ്രകൃതം ഉണ്ടായിരുന്നു, ഒന്നും മറച്ചു വെക്കത്തില്ല. പക്ഷെ എന്നോട് തുറന്നു പറഞ്ഞത്. അന്നേരം ഞാൻ പറഞ്ഞു സാരമില്ല അണ്ണ, കല്യാണം ആരും ആണുങ്ങളൊന്നും ഇങ്ങനൊന്നും പോവാത്ത ആണുങ്ങളൊന്നും കാണത്തില്ല, എങ്കിലും അണ്ണൻ്റെ കല്യാണത്തിന് മുമ്പ് അണ്ണന് സംഭവിച്ചതല്ലയോ, എനിക്ക് അതിനകത്ത് പ്രശ്നമില്ല, ഞാനങ്ങ് സഹിച്ചോളാം. പക്ഷെ ഇപ്പൊ ഈ കഥ അറിഞ്ഞേക്കുന്നത് ഞാനും അണ്ണനും പ്രിയയും മാത്രമാണ്. പക്ഷെ പുറം ലോകം അറിയുമ്പോൾ എന്താ സംഭവിക്കാന്ന് അണ്ണൻ അറിയാം. അതുകൊണ്ട് അണ്ണൻ ഇത് ഇവിടെ വെച്ച് അങ്ങ് നിർത്തിയേക്കണം. നമുക്കൊരു കുഞ്ഞുണ്ട്, നമുക്ക് അവന് വേണ്ടി ജീവിക്കാം. അവൻ്റെ സ്വപ്നങ്ങളും അവൻ്റെ ഭാവിയും നമ്മൾ ഓർത്ത് വേണം നമ്മൾ ഇനി മുന്നോട്ട് നീങ്ങുക. അതുകൊണ്ട് അണ്ണൻ ഈ ബന്ധം ഇവിടെ വെച്ച് നിർത്തണം. അവൾ വന്ന് പറഞ്ഞു ശരി അതവിടെ കിടക്കട്ടെ, പക്ഷെ അവൾ ഇന്നൊരു 3 മക്കളുടെ അമ്മയാണ്, പിന്നെ ഒരു കുടുംബിനിയാണ്. അതുകൊണ്ട് അവളെ അവിടെ വഴിക്ക് വിടണം. അണ്ണൻ നമുക്ക് 3 പേർക്കും ജീവിക്കാനുള്ളതാന്ന് പറഞ്ഞു. എല്ലാം സമ്മതിച്ച് അണ്ണൻ പിന്നെ പ്രിയ പോകുമ്പോൾ നമ്പർ എന്തോ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നിരന്തരം പ്രിയയെ വിളിക്കുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് ഞാൻ ഫോൺ എടുത്ത് നോക്കിയപ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പം ഞാൻ അതേക്കുറിച്ച് ഞാൻ ചോദിച്ചു എന്തിനാ ഈ ബന്ധം ഇവിടെ വെച്ച് നിർത്തുകയെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാ അവളെ വിളിക്കുന്നത്? അവള് വിളിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് ചുമ്മാതെ വിളിച്ച് മോടെ വിശേഷം അറിയാൻ. ഞാൻ പറഞ്ഞു മോളോ? ഞാൻ പറഞ്ഞു നമുക്കൊരു മോൻ മാത്രമേ ഉള്ളൂ, മോളില്ല. നിങ്ങൾക്ക് കല്യാണത്തിന് മുമ്പ് പറ്റിയതാ, പക്ഷെ അത് അവിടെ ക്ഷമിക്കാൻ ഞാൻ പറഞ്ഞു. ഞാനും ക്ഷമിച്ചു, എല്ലാം മറന്നു. ഞാൻ ഇനി പുതിയൊരു ജീവിതമാണ് നമ്മൾ നോക്കുന്നത്, പക്ഷെ അതിനി ഇവിടെ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഇനി ഞാൻ ഫോൺ വിളിക്കത്തില്ല, ഇനി ഞാൻ ഫോൺ ഉപയോഗിക്കത്തില്ല, നിനക്ക് എന്നെ സംശയമാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തായാലും ചൂടുവെള്ളം കാണുമ്പോൾ പൂച്ച ഒരു എന്തോന്ന് പച്ചവെള്ളം കണ്ടാലും ഒന്ന് അറച്ച് നിൽക്കത്തില്ലേ, അതുകൊണ്ട് ഞാനും ഒന്നും മിണ്ടിയില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു പിന്നെ അണ്ണാ ഇതിവിടെ പറ്റത്തില്ല, അണ്ണൻ ഇനി ഫോൺ ഉപയോഗിക്കരുത്, എനിക്ക് ഫോൺ ഉപയോഗിക്കും തോറും എനിക്കും ചിലപ്പോൾ തോന്നും, അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു ഇല്ല ഞാൻ ഫോൺ ഉപയോഗിക്കത്തില്ല. അങ്ങനെ ഒരു ടച്ചിങ് ഫോണായിരുന്നു. അങ്ങനെ 2 ദിവസം ഞാൻ മനമുരുകി ഞാൻ വിളിക്കുന്ന ദൈവങ്ങളെന്നും എൻ്റെ വിളി കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ വീണ്ടും അണ്ണൻ ഇങ്ങനെ തെറ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പോയി പ്രാർത്ഥിച്ച് ഭഗവാനെ ആ ഫോണൊന്നും ഇല്ലാതാക്കി തരണമെന്ന്. പക്ഷേ സൂക്ഷ്യം പോലെ ആ ഫോൺ അങ്ങ് ഉയരത്തേന്ന് കൽപ്പണിയാണ് ജോലി, ഉയരത്തേന്ന് താഴെ വീണ ആ ടച്ചിങ് ഫോൺ അങ്ങ് കേടായി. പക്ഷേ അങ്ങനെ ഒരു കൂട്ടുകാരൻ ഒരു പഴയ ഫോൺ കൊടുത്ത് അത് കൊണ്ട് കിടന്ന് എന്നിട്ട് അത് കൊണ്ട് നടന്ന് അതിനകത്തും ഇങ്ങനെ പ്രശ്നമായപ്പം പറഞ്ഞു ഞാൻ കൂട്ടുകാരന് ഫോൺ കൊടുക്കാൻ പോവുക, എനിക്കിനി ഫോൺ വേണ്ടാന്നും പറഞ്ഞു. ഫോൺ കൊണ്ടു കൊടുക്കാനാന്നും പറഞ്ഞു അന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഉച്ചയ്ക്ക്. എന്നിട്ട് ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഇങ്ങ് വരികയും ചെയ്തു. പക്ഷേ ആ ഫോൺ അണ്ണൻ കട്ട് വെച്ച് ഉപയോഗിക്കുകയായിരുന്നു. ഞാൻ വിചാരിച്ച ആ പ്രശ്നം അവിടെ തീർന്നു. ഞാൻ പിന്നെ അതേപ്പറ്റി ചിന്തിക്കാനോ ചെതഞ്ഞു നോക്കാനോ ഒന്നും ഞാൻ പോയില്ല. പക്ഷേ അണ്ണൻ വീടിൻ്റെ ഷെയ്ഡിൽ മുറിക്കകത്ത് ഷെയ്ഡേ വെച്ച് ആ ഫോൺ 4 മാസത്തോളം അത് ഉപയോഗിച്ചു. ഞാൻ ഇതൊന്നും അറിഞ്ഞില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ പിന്നെ തൊട്ടങ്ങ് വീട്ടിനകത്ത് വഴക്കായിരുന്നു അങ്ങ് ഓരോ കാര്യത്തിന്. ഈ പ്രിയ എന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന് കയറിയോ അന്ന് തൊട്ട് തുടങ്ങിയ അടിയും വഴക്കും അത് നീണ്ടു പോവുകയായിരുന്നു ചെയ്തത്. അങ്ങനെ ഒരു ദിവസം രാവിലെ എന്നോട് രാത്രി പിണങ്ങിയിട്ട് അണ്ണൻ തെക്കേ മുറിയിൽ പോയി കിടന്നു, ഞാനും കുഞ്ഞും ഇങ്ങ് വടക്കേ മുറിയിലുമായിട്ട് കിടന്നു. എന്നിട്ട് പിറ്റേന്ന് രാവിലെ പിണക്കം മാറാൻ വേണ്ടി ഞാൻ ചായയും കൊണ്ട് ചെന്നപ്പോൾ ഞാൻ കാണുന്നത് ഈ ഫോണാണ്.
ഈ 4 മാസം കഴിഞ്ഞ് കാണുന്ന ഫോണാണ്. ഞാൻ നോക്കിയപ്പോൾ അണ്ണൻ കിടക്കുന്നതിൻ്റെ തൊട്ടടുത്ത് ഈ ഫോൺ ഇരിക്കുന്നു. അന്നേരം മോൻ ഉറങ്ങി കട്ടിലേ കിടക്കുക. അന്നേരം ഞാൻ പ്രതികണ്ണ ഇങ്ങോട്ട് നീറ്റ് ചായ കുടിക്കാമെന്ന് പറഞ്ഞു. നീറ്റ് ഞാൻ ഇങ്ങനെ ഫോണിനകത്ത് നോക്കുന്നതും അണ്ണൻ കണ്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് പെട്ടെന്ന് എടുത്ത് അങ്ങോട്ട് തലയിണക്കീഴിലോട്ട് വെച്ചു. ഞാൻ ചോദിച്ചാൽ എന്തുവാ ഈ കാണിക്കുന്നത്, ഫോണില്ലെന്ന് പറഞ്ഞിട്ട് ഈ ഫോൺ എവിടെ നിന്നാന്ന് ചോദിച്ചു. ഇതിനകത്ത് വിളിക്കാനൊന്നും പറ്റത്തില്ല. ഞാൻ പറഞ്ഞു ഇത് വിളിക്കുന്ന ഫോണാണല്ലോ, അണ്ണന് കൂട്ടുകാരൻ തന്നെന്ന് പറഞ്ഞ ഫോൺ. അണ്ണൻ പറഞ്ഞു 4 മാസം കൊണ്ട് ഞാൻ ഫോൺ ഉപയോഗിക്കുന്നില്ല. എൻ്റെ വീട്ടുകാരെടുത്തും പറഞ്ഞു, അണ്ണൻ്റെ പെങ്ങളെടുത്തും പറഞ്ഞു എനിക്ക് ഫോണില്ല, അവർക്കൊന്നും വിളിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. എനിക്ക് ഫോണില്ല, ഫോൺ ഉപയോഗിക്കാൻ അവൾക്ക് എന്തോ പോലെ, അതുകൊണ്ട് ഞാൻ ഫോൺ ഉപയോഗിക്കുന്നില്ലെന്ന്. അതറിഞ്ഞ് എൻ്റെ ചേട്ടൻ ഒരു പഴയ ഫോൺ കൊടുത്തു. ഇത് പ്രദീപ ഇത് വെച്ചോന്ന്. ഓ വേണ്ടാന്നും പറഞ്ഞിട്ട് അവിടുന്നും പോരുന്നത്. എന്തോ ഈ ഫോൺ അന്നേരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ അറിയുന്നില്ലായിരുന്നു. അങ്ങനെ കണ്ട് അന്നേരം ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിൽ പോകുമോ, ഇനി ഒരു നിമിഷം പോലും ഞാനിവിടെ നിൽക്കത്തില്ല, എന്തുവാ അണ്ണൻ എന്നെ വഞ്ചിക്കുമല്ലയോ ഓരോ ദിവസവും, ഞാൻ പോവുകയെന്നും പറഞ്ഞിട്ട് ഉറങ്ങിക്കിടന്ന മോനെയും എടുത്ത് തോളയിട്ട് ഞാനിങ്ങനെ ഇറങ്ങി 2-3 തുണിയും എടുത്തുകൊണ്ട്. അവിടുന്ന് നീറ്റ് ചാടി അടുക്കള വഴി വന്ന് കിഴക്കേപ്പുറത്ത് ഞാൻ എത്തിയപ്പോൾ എന്നെ പൊക്കി എടുത്തുകൊണ്ട് അങ്ങ് പോയി പെരക്കകത്തോട്ട്. മോൻ എൻ്റെ കയ്യിലിരിക്കുക, മോനെയും വാങ്ങിച്ചുകൊണ്ട് എന്നെ പൊക്കിയെടുത്ത് പെരയെ കൊണ്ടുപോയിട്ട്. എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നു നീ പോവോ എന്നെ ഇട്ടിട്ട്, എനിക്ക് ആരും ഇല്ലെന്ന് നിനക്ക് അറിയാവുന്നതല്ലേ. ഞാൻ പറഞ്ഞു എനിക്കറിയാം, എനിക്കും ആരുമില്ല, അണ്ണനും ആരുമില്ല, അണ്ണൻ്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി, പെങ്ങളുടേതായ ഒരു ജീവിതമുണ്ട്, എനിക്കും ആരുമില്ല, അത് എല്ലാം അറിഞ്ഞല്ലേ അണ്ണൻ എന്നെ വിവാഹം കഴിച്ചു. എന്നിട്ട് അണ്ണൻ എന്നോട് ചെയ്യുന്ന എന്തോ വിശ്വാസവഞ്ചനയല്ലയോ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞ് ഈ ഫോണിൻ്റെ പേര് നീ ഇവിടെ വഴക്കിടുന്നതുകൊണ്ടാണ് ഞാൻ ഫോൺ പാത്ത് വെച്ചത്. പക്ഷേ ഈ ഫോൺ പാത്ത് വെക്കുമ്പോഴും അവളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു, ഓരോ രാത്രികളിലായാലും പകലും എല്ലാം. ജോലിക്ക് പോകുമ്പോഴും ഈ ഫോൺ കൊണ്ടുപോകും. ഇല്ലേ സംസാരിക്കുന്നുണ്ട് എന്നുള്ളത് അത്ര കൃത്യമായിട്ട് ഉറപ്പുണ്ടോ? അണ്ണം കോൾ ലിസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ അത് നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി അതിനകത്തുനിന്ന് വിളി ഉണ്ടായിരുന്നു എന്നുള്ളത്. അണ്ണം കോൾ ലിസ്റ്റ് എന്നെ എടുത്ത് കാണിച്ചു. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഈ ദിവസങ്ങളിലൊക്കെ വിളിക്കുകയുണ്ടായി. ഇപ്പം അവര് അതിന് പോയതിനു ശേഷം ഇപ്പൊ ഒരുമിച്ചാണോ അവര് താമസിക്കുന്നത്? ഇപ്പൊ ഒരുമിച്ച് അല്ല അവര് താമസം. എന്നാ ചോദിക്കും ഞങ്ങളുടെ വീട്ടില്, അതും ഒരു ലോകത്ത് ഒരു ഭാര്യയും സഹിക്കാത്ത ഒരു പ്രവൃത്തി എൻ്റെ വീട്ടിലുണ്ടായത്. കാരണം ഈ കഴിഞ്ഞ ഏപ്രിൽ 14-ാം തീയതി ഇവർ തമ്മിൽ പോയിട്ട് സ്റ്റേഷനിൽ മെയ് 6-ാം തീയതി വന്ന്. അങ്ങനെ പ്രദീപിൻ്റെ അടുത്ത് ചോദിച്ച് എല്ലാവരെയും നിർത്തിയിട്ടാണ് ചോദിച്ചത് ആരാന്ന്. അപ്പോൾ പറഞ്ഞു എൻ്റെ ഭാര്യയും കുഞ്ഞുമാണെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു മറ്റേതാരാന്ന് ചോദിച്ചപ്പം പറഞ്ഞു അതെൻ്റെ ഇപ്പോഴത്തെ ഭാര്യയാണെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു ഇപ്പം നീ ആരുടെ കൂടെ ജീവിക്കുന്നതെന്ന് ചോദിച്ചപ്പം പറഞ്ഞു ഇപ്പോഴത്തെ ഭാര്യയുടെ കൂടെ ജീവിക്കുന്നതെന്ന്. അപ്പോൾ പറഞ്ഞു ഇനി അത് പറ്റത്തില്ല, നിൻ്റെ പെണ്ണുമ്പിള നിന്നെ കാണാതായപ്പോൾ അവൾ എന്തുമാത്രം ദുഃഖം അനുഭവിച്ചെന്നറിയാവോ എന്ന് ചോദിച്ചു. അന്നേരം ഒന്നും മിണ്ടുന്നില്ല. എന്നിട്ട് ആ സാർ എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് അയാളുടെ അടുത്ത് തന്നെ ചോദിച്ചു ഇപ്പം നീ ആരുടെ കൂടെ പോകുന്നു. അന്നേരം പറഞ്ഞു എനിക്ക് എൻ്റെ മോനെ മതി, എനിക്ക് അവളെ വേണ്ടാന്ന് പറഞ്ഞു. അന്നേരം ആ സാറൻ പറഞ്ഞ് മോള് പോയിക്കോ വീട്ടിൽ, അവൻ്റെ വീട്ടിൽ തന്നെ പോയി താമസിക്കണം, പിന്നെ അവന് എന്നും മോളെയും കുഞ്ഞിനെയും വേണമെന്ന് പറയുന്നു, അന്ന് വരുമെന്ന് പറഞ്ഞു. അന്ന് ഞങ്ങൾ പറഞ്ഞു വിടാം അവനെന്ന് പറഞ്ഞു. ഇതാണോ പ്രദീപ്? അതെ. ഓ അപ്പോൾ അയാള് പാക്കാൽ പോലീസ് സ്റ്റേഷനിൽ തന്നെ കമ്മിറ്റ് ചെയ്തു, എൻ്റെ ഇപ്പോഴത്തെ ഭാര്യയാണെന്ന് അയാൾ സമ്മതിച്ചു കഴിഞ്ഞു. നിങ്ങൾ നിയമപരമായി വിവാഹം കഴിച്ചതല്ലേ പ്രതിഭ? എന്നിട്ട് ഇങ്ങനെ ഭർത്താവ് പോയപ്പോഴത്തേക്ക് കേസ് കൊടുത്തോ? ഞാൻ കേസ് കൊടുത്തായിരുന്നു. കേസ് കൊടുത്ത് കോടതിയിലൊന്നും കൊടുത്തില്ല? ഇല്ലില്ല, സ്റ്റേഷനിൽ മാത്രമേ സ്റ്റേഷനിൽ തന്നെ. അന്ന് അത് സ്റ്റേഷനിൽ നിന്നിട്ട് തിരിച്ച് ആ സ്ത്രീയുടെ കൂടെ തന്നെ പോയി? ഇല്ലില്ല, സാറ് വിട്ടില്ല. സാറ് പറഞ്ഞ നിനക്കൊരു ഭാര്യയും കുഞ്ഞും ഉണ്ട്, അവള് ആരുടെ സംരക്ഷണത്തിലാണ് കഴിയേണ്ടത്, നിന്റെ സംരക്ഷണത്തിലാണ്, അപ്പം നീ അവരെ സ്വീകരിക്കാൻ തയ്യാറാവണം. എന്നിട്ടും എന്തെല്ലാം പറഞ്ഞ് ഇടിച്ചും അടിച്ചും തൊഴിച്ചും എല്ലാം നോക്കിയിട്ടും പ്രതികരണം മിണ്ടുന്നില്ല. പ്രതികരണം പറയുന്നത് എന്തുവാ, ഞാൻ അവിടെ കൂടെ ജീവിക്കുന്നില്ല, എനിക്ക് എൻ്റെ മോനെ വേണമെന്ന്. അങ്ങനെ അവരുടെ ഒരളിയനും ഒരു മാമനും വീട്ടിൽ വന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു പ്രദീപിന് ബന്ധം ഒഴിയണമെന്നാണ് പറയുന്നത്, ഇയാളുടെ അഭിപ്രായം എന്തുവാന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് ബന്ധം ഒഴിയാൻ ഒട്ടും താല്പര്യമില്ല, അയാൾക്ക് എന്നെ വേണ്ടാന്നുണ്ടെങ്കിൽ അയാളായിട്ട് ഒഴിഞ്ഞ് പോട്ടെന്ന് പറഞ്ഞു. അന്നേരം അവർ പറഞ്ഞ് നീ അങ്ങനെയാണോ തീരുമാനിക്കുന്നത്? ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെയാണ് തീരുമാനിക്കുന്നതെന്ന്. അങ്ങനെ അന്ന് ആ സ്റ്റേഷനിൽ പിറ്റേന്ന് എന്നെ വിളിപ്പിച്ച്. അന്ന് പിറ്റേന്ന് ഈ പെങ്ങളും അളിയനും എല്ലാ ബന്ധുക്കളും അന്നുണ്ടായിരുന്നു അവിടെ. എന്നിട്ട് എന്നെ പെങ്ങൾ വിളിച്ചു, നീ വരുന്നില്ലേ പ്രദീപിനെ ഇറക്കാമെന്ന്. ഞാൻ പറഞ്ഞു എന്നെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചില്ല, എന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് എന്നെ ഇതുവരെ വിളിച്ചില്ല, വിളിക്കുമ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റേഷനിൽ നിന്ന് അവിടുത്തെ ഒരു സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വിജിത ഇവിടം വരെ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്ന്. അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞു അവനെന്തോ പറയാനുണ്ട്, അത് നീ കേൾക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞു ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെയും പെണ്ണുമ്പിളയുടെയും കൂടെ ഞാൻ ജീവിച്ചോളാം, ഞാൻ അവർക്ക് ചിലവിന് കൊടുത്ത് അവർക്കൊപ്പം കഴിഞ്ഞോളാം എന്ന് പറഞ്ഞു. അന്നേരം ആ പെങ്ങളും അളിയനും അവിടെ ഒരു നിബന്ധന വെച്ച്. ഈ സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ ചെന്നപ്പോൾ ഉണ്ട് പെങ്ങൾ പറയുന്നു പ്രദീപിന് അവിടെ വീടില്ല, പ്രദീപിൻ്റെ പേരിൽ ഒന്നുമില്ല,
പിന്നെ 3 മാസം കഴിയുമ്പോൾ അവരവിടുന്ന് ഇറങ്ങിത്തരണം. പിന്നെ പ്രദീപിന് അവിടെ വസ്തു ഒന്നുമില്ല, എല്ലാം എൻ്റെ പേരിലാന്ന്. അപ്പം ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ മുഖത്തോട്ട് നോക്കിയപ്പോൾ ഭർത്താവ് പറഞ്ഞു, അവൾ പറഞ്ഞത് ശരിയാ, എനിക്ക് അവിടെ വീടും വസ്തുവൊന്നുമില്ല, എല്ലാം എൻ്റെ പെങ്ങളുടെ പേരിലുള്ളയാ, 3 മാസം കഴിയുമ്പോൾ ഞങ്ങൾ ഇറങ്ങിക്കൊടുക്കാം. അന്നേരം ആ പെങ്ങൾ പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല, എഴുതി ഒപ്പിടണമെന്ന് പറഞ്ഞു. അളിയനും പറഞ്ഞു. മനസ്സില്ലാ മനസ്സോടെ ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കുന്നത് അദ്ദേഹം കാണുന്നുണ്ട്, എന്നാൽ തന്നെയും പറഞ്ഞു എനിക്ക് ആ വീട്ടിലൊന്നും ഇല്ലെന്നുള്ളത്. ഇങ്ങനെ എഴുതി ഒപ്പിടിയിപ്പിച്ച് ഞാനും ഒപ്പിട്ട് കൊടുത്ത്. തിരിച്ച് ഞാൻ വീട്ടിൽ വന്ന് അവരുടെ ബന്ധുക്കളെല്ലാം കൊണ്ടാക്കി തിരിച്ച് അവരെല്ലാം പൊയ്ക്കഴിഞ്ഞ് ഞാൻ എൻ്റെ അടുത്ത് സംസാരിക്കാൻ കുറേയൊക്കെ വന്നിട്ട് ഞാൻ ഒന്നും മിണ്ടിയതൊന്നുമില്ല. അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞേ, ഞാൻ ഒന്ന് കുളിച്ചിട്ട് പോയി തുണിയൊക്കെ എടുത്തുകൊണ്ട് വരട്ടെ എന്ന് പറഞ്ഞു. ഇവരെ ഈ പ്രിയയും പ്രദീപിനെയും കൊണ്ടുവന്നത് ഇവരുടെ ഒരു അപ്പച്ചിയുടെ മോൻ്റെ വീട്ടിൽ നിന്നായിരുന്നു. അന്നേരം പറഞ്ഞു, ഞാൻ പോയി അവിടെ പോയി എൻ്റെ തുണിയൊക്കെ എടുത്തോട്ട് വരട്ടെ, ഇവിടെ അരിയൊന്നും ഇല്ലല്ലോ, അവിടെ കുറച്ച് പൈസ ഇരിപ്പുണ്ട്, ഞാൻ പോയി അതെല്ലാം എടുത്തുകൊണ്ട് വന്ന് സാധനം വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞ് പോയി. അന്ന് രാത്രി പ്രദീപണം കിടക്കാൻ വേറെ മുറി പോയപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ഇതിവിടെ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, എല്ലാം സഹിച്ചാണ് ഞാനിപ്പോൾ വീണ്ടും വന്നേക്കുന്നത്, ഇനി ഇതിവിടെ പറ്റത്തില്ല, അണ്ണൻ എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് ഞങ്ങൾ മോനും അണ്ണനും കൂടി കട്ടിലേ കടന്ന് ഞാൻ താഴെയാണ് കടന്നത്. എന്നിട്ട് അങ്ങനെ 2-3 ദിവസം കടന്നുപോയി. ഞാൻ ചോദിച്ചാൽ അണ്ണന് മുതലെല്ലാം ഉണ്ടായിട്ടും എനിക്കും ഉണ്ട് ശരിയാ, പക്ഷേ അണ്ണൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ മോൻ എന്തെങ്കിലും വേണ്ടായോ അണ്ണ, അണ്ണൻ എല്ലാം അങ്ങ് ഒപ്പിട്ട് കൊടുക്കാൻ നിൽക്കുവാന്ന്, തിങ്കളാഴ്ച ഒപ്പിട്ട് കൊടുക്കാനിരിക്കുക. അന്നേരം പറഞ്ഞ്, ഞാൻ അങ്ങനെ അവിടെ വെച്ച് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ എന്തോന്ന് പറഞ്ഞത്, ഞാൻ അങ്ങനെ ഒന്നും എഴുതി ഒപ്പിട്ട് കൊടുക്കത്തില്ല, എനിക്ക് എന്തുണ്ടായാലും അതെൻ്റെ മോൻ അവകാശപ്പെട്ടയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അണ്ണൻ ഒപ്പിടാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാവുന്നു പറഞ്ഞാൽ, അവരെല്ലാവരും കൂടി എന്നെ കൊണ്ട് ഒപ്പിടിയിക്കും, അവരൊപ്പിട്ട് വാങ്ങിക്കും, എൻ്റെ പെങ്ങൾക്ക് മുതൽ മാത്രം മതി, എന്നെ വേണ്ട. ഇപ്പം ഞാനിങ്ങനെ പോയതോടുകൂടി നിനക്കും മനസ്സിലായല്ലോ, നിന്നെയോ എൻ്റെ മോനെയോ എന്നെയോ ആരും സ്നേഹിച്ചിട്ടില്ല, എല്ലാവർക്കും മുതലിനകത്ത് മാത്രമായിരുന്നു. എന്ന് വെച്ചാൽ എല്ലാം പെങ്ങൾക്ക് കൊടുക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ ഉള്ളായിരുന്നു അവരുടെ ബന്ധുക്കൾക്കും. പക്ഷേ എന്നെ അന്നും ഇന്നും സഹായിച്ച ഒരു കുഞ്ഞമ്മയുണ്ട്, ഈ അമ്മയുടെ അനിയത്തി. പക്ഷെ ആ അമ്മ ഇതിനു മുമ്പും എന്ത് ദുഃഖം ഉണ്ടെങ്കിലും ചെന്ന് ആ കുഞ്ഞമ്മ എടുത്താ പറയുന്നത്. വിജിതയുടെ അച്ഛൻ വന്നിട്ടുണ്ട്, ഒന്ന് വിളിക്കാം. വരൂ സാർ, വരൂ. എല്ലാം കഴിഞ്ഞ് രാത്രി ഇതെല്ലാം കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ ഉണ്ട് ഇതേപോലെ പോകണമെന്നും പറഞ്ഞിട്ട്, എനിക്ക് ഒരിടത്ത് വരെ പോകണമെന്നും പറഞ്ഞിട്ട് പോയി. അന്നേരം എന്തോ ഈ പ്രിയ അപ്പച്ചിയുടെ മോൻ്റെ വീട്ടിലുണ്ട്. സ്റ്റേഷനിൽ നിന്ന് അണ്ണം വീട്ടിൽ വന്നെങ്കിലും പ്രിയ അവരുടെ വീട്ടിൽ പോയിട്ടില്ല, അവിടെ തന്നെ ഉണ്ട്. എന്ത് പ്രിയയെ കാണാൻ വേണ്ടിയാണ് പോകുന്നത്. അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞ്, ഞാൻ എന്തോ ചെയ്യണം, എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഞാൻ പോയി ചാവാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞ്, അണ്ണൻ ചാവാൻ പോവുകയെന്ന് പറഞ്ഞാൽ എനിക്കും എൻ്റെ കുഞ്ഞിനും പിന്നെ ആരാ ഉള്ളതെന്നും പറഞ്ഞ്, അവൾ എന്നെ വിശ്വസിച്ച് അവൾ ഇറങ്ങി വന്ന് അവൾക്കിപ്പോൾ ആരും ഇല്ലെന്നും പറഞ്ഞ് അവളവിടെ കരയുന്നെന്ന്. അവൾ 3 മക്കളെയും കളഞ്ഞിട്ട് എന്നെ വേണമെന്നും പറഞ്ഞ് വന്നേ, എന്നിട്ട് ഇപ്പോൾ അവൾക്ക് ആരും ഇല്ലെന്നും പറഞ്ഞ് അവൾ കരയുന്നെന്ന്. ഞാൻ ചോദിച്ചാൽ കൊള്ളാം, അണ്ണൻ എന്നെക്കാളും എന്നെ വേണ്ടാന്ന് അണ്ണൻ എപ്പോഴും പറയുന്നു, പക്ഷെ നമ്മുടെ മോനെ വേണ്ടാന്ന് മാത്രം പറഞ്ഞ്, എനിക്ക് എല്ലാവരും വേണം, എന്നെ വിശ്വസിച്ച് നീയും വന്ന് അവളും വന്ന്, ഞാനിപ്പോൾ എന്തോ ചെയ്യണമെന്ന് എനിക്കറിയാൻ വയ്യ, ഞാൻ ചത്താലെല്ലാം തീരുമോയെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ ഒരക്ഷരവും മിണ്ടിയില്ല. ഇത് കേട്ടോണ്ട് അണ്ണൻ വണ്ടി എടുത്തോണ്ട് അങ്ങ് പോവുകയും ചെയ്തു. കുറേ കഴിഞ്ഞ് പിന്നെ വീണ്ടും വന്നു. ഉച്ചയൊക്കെ ആയപ്പോൾ ചോറിനാൻ വിളിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് ചോറ് വേണ്ട, ഞാൻ കഴിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, നാളെ ഒപ്പിടാൻ പോവുമോ? അത് ഞാൻ എന്തോ തീരുമാനിക്കാനാ, ഞാനിവിടെ നിന്നാൽ എന്നെ കൊണ്ട് ഒപ്പിടിയിരിക്കും, ഞാൻ എവിടെയെങ്കിലും അങ്ങ് പോട്ടോന്ന്. ഞാൻ ചോദിച്ചാൽ എവിടെയെങ്കിലും പോകുന്നെന്ന് പറയാൻ ഞങ്ങളെ കളഞ്ഞിട്ട് പോകുന്ന കാര്യമാണെന്ന് നീ പറഞ്ഞേ, കൂടെ പ്രിയയോ ഉണ്ടാവുമല്ലോ, അപ്പം ഞാനും കുഞ്ഞും എന്തെന്നും പറഞ്ഞാൽ എവിടെ ഇരിക്കേണ്ടത്? അത് നീ ചുമ്മാതെ വെറുതെ ആലോചിച്ച് അതും ഇതും പറയാതെ, പിന്നെ അവളെ ഒന്നും കൊണ്ടുപോകത്തതൊന്നുമില്ല, ഞാൻ ഒറ്റയ്ക്ക് അങ്ങ് പോവാം, അപ്പം ഈ ഒപ്പിടുന്ന കാര്യത്തിൽ ഒരു എന്തോന്നാവുമല്ല, ആരും ഒപ്പിടത്തതും ഇല്ലല്ലോ എന്ന്. അങ്ങനെ വീട്ടിൽ നിന്ന് ഈ അണ്ണൻ പോയി കഴിഞ്ഞപ്പം ഞാനൊരു വക്കീലിനെ പോയി കണ്ടായിരുന്നു, ഈ പ്രിയയുടെ കൂടെ പോകുമ്പോഴേ. അപ്പം ഞാൻ വക്കീലിനെ കണ്ടപ്പോൾ ആ വക്കീൽ പറഞ്ഞു, അവന് എന്തെങ്കിലും സ്വത്തുണ്ട് അത് സ്റ്റേ ആക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അതിനെന്തൊക്കെ വേണം, എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ ഒന്നിനും അങ്ങനെ നടന്നിട്ടുമില്ല. കാരണം ഞാൻ വീട് വിട്ട ആ കരുനാഗപ്പള്ളി തയ്യക്കടയിൽ പോകും, അവിടുന്ന് എന്തായാലും ഇതിപ്പോ ഒപ്പിട്ട് കൊടുത്തില്ലല്ലോ, ഒപ്പിട്ട് കൊടുക്കാൻ ഒരുങ്ങി ഇരുന്നായിരുന്നു. പക്ഷെ അപ്പുറത്തേന് വീട്ടിൽ നിന്ന് ചേച്ചി വിളിച്ചു പറഞ്ഞു, ഇതേപോലെ പ്രദീപ് നാളെ ഒപ്പിട്ടാൽ എല്ലാം തീരും, നിന്റെ കുഞ്ഞിനൊന്നും കിട്ടത്തില്ല, നീ വെറുതെയാ കഷ്ടപ്പെട്ടത് മൊത്തം എന്ന് പറഞ്ഞു. ആ വസ്തു അണ്ണന്റെ ഈ പെങ്ങളുടെയും പേരില്ല, രണ്ടുപേരുടെയും പേരില്ല. അണ്ണന്റെ പേരിൽ ഇറങ്ങേണ്ട കാര്യമൊന്നുമില്ല, സ്വന്തം ഭർത്താവിന്റെ പേരിൽ അവകാശമുള്ള വീട്ടിലാണ് നിങ്ങൾ താമസിക്കുന്നത്, അവിടെ നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഞാൻ പെങ്ങൾക്ക് വന്ന് നിങ്ങളെ അവിടെ നിന്ന് ഇറങ്ങി പോകണമെന്ന് പറയാനും അവകാശമില്ല. പെങ്ങള് പറയുന്നുണ്ട് എന്റെ ആങ്ങളയ്ക്ക് വേണ്ട, പിന്നെ എന്തിനു നിയമപരമായിട്ട് അമ്മയുടെ പേരിലുള്ള വസ്തു മോനും
ആ പെങ്ങൾക്കും കൂടെ കിട്ടിയേക്കുന്നത്. അപ്പം രണ്ടുപേർക്കും അതിനകത്ത് ഈക്വൽ റൈറ്റാണ് ഉള്ളത്. അപ്പോൾ ഭർത്താവിന് അതിനകത്ത് അവകാശമുണ്ട്. നിങ്ങളോട് ഇറങ്ങിപ്പോവാൻ പറയാൻ ഭർത്താവിനും അവകാശമില്ല, ഈ പെങ്ങൾക്കും അവകാശമില്ല. അങ്ങനെ വക്കീലിനെ കണ്ട് ഇറങ്ങി പോകാൻ വേണ്ട. ഇപ്പം വക്കീൽ ഉപദേശം തന്നല്ലോ അറ്റാച്ച് ചെയ്യാനാ, അത് നമ്മൾ പോയാൽ മതി. കേസായിട്ട് കോടതിയിൽ കേസായിട്ട് പോയി അറ്റാച്ച് ചെയ്യണം. കേസ് നടന്നുകൊണ്ടിരിക്കുക. കേസ് നടന്നുകൊണ്ടിരിക്കണം. ഏത് കോടതിയിൽ കേസ്? ഈ കുടുംബ കോടതി കുറ്റുവട്ടത്ത്. കുറ്റുവട്ടം കുടുംബ കോടതി. എന്തിനാ കേസ് കൊടുത്തിരിക്കുന്നത്? എന്ത് റിക്കവറി ആണോ? അതും ചെലവിന് കിട്ടാനും ഇതുമായിട്ടാണ്. ചെലവിനൊന്നും അതിനകത്ത് ചേർത്തിട്ടില്ല, അല്ലാതെ സ്റ്റേ ഓർഡർ വാങ്ങി. അങ്ങനെയല്ലേ? അല്ല, അത് എവരെ അവിടുന്ന് ഇറക്കി വിടരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണോ കൊടുത്തിട്ടുള്ളത്? ഭർത്താവിന് അവകാശപ്പെട്ടത് എന്റെ കുഞ്ഞിന് അവകാശപ്പെട്ടത്, അതിനകത്ത് എനിക്കും എന്റെ കുഞ്ഞിനും താമസിക്കാൻ അവകാശമുണ്ട് എന്നുള്ള രീതി. നിങ്ങളെ അവിടുന്ന് ഇറക്കി വിടരുത് എന്നുള്ള ആവശ്യം കോടതിയിൽ ഉന്നയിച്ചേക്കുന്നത്. നമുക്ക് ഇപ്പം ഇവിടെ പറഞ്ഞു നിർത്തിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ പോലീസ് കേസൊക്കെ ആയി, കോടതി കേസ് കൊടുത്തു. നമുക്ക് അറിയേണ്ടത് ഇയാൾ വേറൊരു പിന്നെ ഒരു മനുഷ്യന്റെ ഭാര്യയുമായിട്ട് പോയി താമസിക്കുകയായിരുന്നു എന്നുള്ള വിവരം ഉറപ്പായിട്ട് നിങ്ങൾക്ക് അറിയാമായിരുന്നു? ഞങ്ങൾക്ക് അറിഞ്ഞൂടാ, എനിക്കറിഞ്ഞൂടാ. താക്കോല് വാങ്ങിക്കാൻ മെമ്പർമാർ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു, ഞാൻ സ്റ്റേഷനിൽ നിന്ന് വാങ്ങിച്ചോളാന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ ആയി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അയാൾ എങ്ങോട്ടാ പോയത് എന്താന്നുള്ള അറിയത്തില്ല. അവിടെ വന്ന് പിന്നെ അവരുടെ കൂടെ 3 ദിവസം കണ്ട് തങ്ങി. 3 ദിവസം താമസിച്ചു കഴിഞ്ഞ് വീണ്ടും പോയി എന്ന് പറയുന്നു. ആ പോയി കഴിഞ്ഞിട്ട് പിന്നെ എവിടെ ഉള്ളതെന്നുള്ളത് അറിയത്തില്ല. ഇതുവരെ എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഞാൻ ഫോണൊന്നും ഉപയോഗിക്കത്തില്ല. 3 ദിവസമല്ല, മെയ് 6-ാം തീയതി സ്റ്റേഷനിൽ ഹാജരായി, 7-ാം തീയതി എൻ്റെ കൂടെ വന്നിട്ട് വീണ്ടും ഇപ്പം കാണാതെ പോകുന്നത് 22-ാം തീയതി, മെയ് 22-ാം തീയതി. അതുവരെ എൻ്റെ കൂടെ താമസിച്ചു. ഏകദേശം 2-2.5 മാസം ആയിട്ടില്ല. 2 മാസമായി കഴിഞ്ഞു. കഷ്ടിച്ചായതേ ഉള്ളൂ. പക്ഷേ ഈ സ്റ്റേ ഓർഡർ വാങ്ങിക്കുന്നതിന് ലോകത്ത് ഒരു പെണ്ണും ഇങ്ങനെ നിന്നു കൊടുത്തിട്ടുണ്ടാവില്ല. പക്ഷെ എനിക്ക് എൻ്റെ മോനെ, ഞാൻ പറഞ്ഞില്ലേ, എന്നെ വേണ്ടാത്ത ഒരു മനുഷ്യനെ എൻ്റെ മോന് വേണ്ടിയാണ് ഞാനിന്ന് ജീവിക്കുന്നത്. അവന് വേണ്ടി എനിക്ക് ചെയ്യേണ്ടി വന്ന് എന്നാ ചോദിക്കും, ലോകത്ത് ആരെങ്കിലും അറിഞ്ഞാൽ എന്നെ കല്ലുവാരി എറിയും. ആ പ്രവൃത്തി ആ വീട്ടിൽ നടന്നത്. കാരണം ഈ കാമുകിയെ കൊണ്ടുവന്ന് സ്വന്തം ഭാര്യയുടെ മുന്നിൽ താമസിച്ച ഒരു വ്യക്തിയാണ് എൻ്റെ ഭർത്താവ്. എനിക്ക് തിരിച്ചൊന്നും ചെയ്യാനോ പ്രതികരിക്കാനോ ഒന്നും കഴിഞ്ഞില്ല. എൻ്റെ അടുത്ത് ചോദിച്ചു, അല്ല ഇവർ ആദ്യം ഇയാള് ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായിപ്പോയി എന്ന് പറഞ്ഞു, കരഞ്ഞു, ഇനി അങ്ങനെ ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ പിന്നെയും ഇങ്ങനെ ഒരു സംഗതി ആണെന്ന് വന്നപ്പം അച്ഛനോട് ഈ കാര്യം പറഞ്ഞു? ഇല്ല, അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം ഇങ്ങനെ എന്നെ ഭീഷണിപ്പെടുത്തി. എന്തുവാ, ഞാൻ പോയി ചാവും 2 എണ്ണത്തിന്റെ ഇടയ്ക്ക്, നിനക്കും കാണത്തില്ല അവക്കും കാണത്തില്ല. ഒരു മുറയില്ലാത്ത കാര്യങ്ങൾക്ക് ഈ മനുഷ്യനും അതെ, ഈ കുട്ടിയും അതെ, ഒരു മുറയുണ്ടല്ലോ ജീവിതത്തിൽ. എല്ലാത്തിനും എന്നെ ഇപ്പൊ വിളിച്ചിരുന്നു. എവിടെയുണ്ട് ഇപ്പം? എന്നെ വിളിച്ചിട്ട് പറയുന്നത് തമിഴ്നാട്ടിൽ എവിടെയോ പിന്നെ ഞാന് താമസിക്കുന്നത്, പിന്നെ നീയും കുഞ്ഞും അങ്ങോട്ട് വരണം. അല്ല, കാമുകിയെ വിളിക്കുന്നോണോ എൻ്റെ അടുത്ത് പറയുന്നത്? നിയമപരമായിട്ട് എൻ്റെ കല്യാണം കഴിഞ്ഞതാ, അങ്ങേർക്ക് വീട്ടിൽ വന്ന് താമസിക്കാം. അങ്ങേര് ഈ പെങ്ങള് വന്ന് മുതൽ ചോദിച്ചതിന്റെ പേര് അടിയിട്ട് പോയതാണെന്നും പറഞ്ഞ് വരുത്തി തീർക്കുക ഇപ്പോഴും. പക്ഷെ അവക്കൊപ്പം അങ്ങേര് പോയിരിക്കുന്നത്, പ്രിയയുടെ ഒപ്പം തന്നെയാണ് പോയിരുന്നത്. പക്ഷെ എന്നിട്ട് ഇപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ കൂടെ വന്ന പ്രിയ എന്തേന്ന് ചോദിച്ചാൽ പറഞ്ഞു, എനിക്കറിയത്തില്ല, അവിടെ കാര്യമൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അവൾ എന്നോട് ഈ പ്രിയയുടെ കൂടെ പോയിരിക്കുന്നത് പറയാൻ കാരണം, ഇവിടുന്ന് ആള് തിരക്കി വന്നു, പ്രിയയുടെ വീട്ടിൽ പോയി, എൻ്റെ വീട്ടിൽ വന്നു. പ്രിയയുടെ വീട്ടിൽ പോയിട്ട് പറഞ്ഞപ്പോൾ പ്രിയയുടെ അമ്മയെ വിളിച്ച്, ഒരു കുഞ്ഞമ്മയുണ്ട്, ഈ ബിന്ദു എന്ന് പറയുന്നുണ്ട്. ഇവർക്ക് 3 പേർക്കും ഈ പ്രദീപം ഉണ്ടെന്നും ഈ പ്രിയ ഉണ്ടെന്നും ഇവർക്ക് 3 പേർക്കും അറിയാം. ഞാൻ അവിടെ ചെന്നിട്ട് അപ്പോൾ ഞാൻ ഇനി മാറിയെന്നേ, ഇവിടുത്തെ അന്വേഷിക്കാൻ വന്ന മാഡമാണ് പോയത്. തിരക്കിടാൻ പറഞ്ഞ് എൻ്റെ ഒക്കെ തിരിച്ചു വന്നു. ഉണ്ണികൃഷ്ണൻ ആളുണ്ട്, എൻ്റെ അടുത്ത് ഇന്ന ദിവസം ഹാജരാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പ്രദീപില്ല. എൻ്റെ 3ാമത്തെ ദിവസം പൊടിമോളെ പ്രദീപ് വിളിക്കുന്നത്, പ്രിയ അതിന്റെ 3ാമത്തെ ദിവസം വരികയും ചെയ്തു. ഇവർ തങ്ങളുള്ള ഒരു അലോട്ട്മെന്റിലായിട്ടാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം നിങ്ങളുടെ ഭാര്യയുടെ പേരിൽ ഒരു കുഴപ്പമുണ്ടെന്ന് മനസ്സിലായപ്പോൾ തന്നെ നിങ്ങളൊരു എന്താ പറയുന്നത്, മറ്റുള്ളവരുടെ മുമ്പിൽ അത് പറയാനുള്ള ഒരു അഭിമാനത്തിന്റെ പ്രശ്നവും ഒക്കെ വിചാരിച്ച് നിങ്ങൾ കാര്യമായിട്ട് വോൺ ചെയ്യാതെയോ അല്ലെങ്കിൽ ഗൗരവത്തിലെടുക്കാതെ നിങ്ങൾ ആദ്യം കൊടുത്ത ആ ഒരു ഈസിനെസ് ആണ് ഇത് ഇത്രയും വലിയ പ്രശ്നത്തിലാക്കിയിരിക്കുന്നത്.